അപ്പോൾ ഇനി കാർഡിയാക് ഡിസീസിനെ കുറിച്ച് പഠിക്കാം. കൊറോണറി ആർട്ടറി ഡിസീസസ്. കൊറോണറി ആർട്ടറി ഡിസീസസ് ഈ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ആർട്ടറിയോസ്ക്ലെറോസിസ്. അതായത് ലിപ്പിഡ്സിന്റെ അളവ് ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ആകുന്നു വാൾസിൽ. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു ഒബ്സ്ട്രക്ഷൻ ആണ് കൊറോണറി ആർട്ടറി ഡിസീസസ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിപ്പിഡ്സ് ലെവലും കൊറോണറി ആർട്ടറീസ് ഡിസീസ് തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. അതായത് കൊളസ്ട്രോൾ ലെവൽ കൂടുകയാണെങ്കിലും കൊറോണറി ആർട്ടറി ഡിസീസസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കൊറോണറി ആർട്ടറി ഡിസീസസ് മൂലം മയോകാർഡിയ പെർഫ്യൂഷൻ ഡിക്രീസ് ചെയ്യാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരിക്കാം, അജൈന ഉണ്ടായിരിക്കാം, ഡയറിതമിയാസ് ഉണ്ടാകാം, ഹേർട്ട് ഫെയിലിയർ ഉണ്ടാവും, അതുപോലെ തന്നെ ഡെത്തും ഉണ്ടായേക്കാം. ഇത്രയുമാണ് കൊറോണറി ആർട്ടറി ഡിസീസസിൽ ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി അസസ്മെന്റ് ഫൈൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിരിക്കും. വേറെ ഒരു ഫൈൻഡിങ്സ് നമുക്ക് കാണാൻ സാധിക്കില്ല, നോർമൽ ഫൈൻഡിങ്സ് ആയിരിക്കും വരിക. ഇനിയും ബാക്കിയുള്ള അസസ്മെന്റ് നോക്കുകയാണെങ്കിൽ ചെസ്റ്റ് പെയിൻ, ഡിസ്നിയ, പാൽപിറ്റേഷൻ, സിൻകോപ്പ്, കഫ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഡയഗ്നോസിസ് നോക്കുകയാണെങ്കിൽ അതിൽ 3 പ്രൊസീജിയേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ECG, കാർഡിയാക് കാത്തറലൈസേഷൻ, ലിപ്പിഡ്സ് ലെവൽ എന്നിവ ഉണ്ട്. ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഡയഗ്നോസിസ് കിട്ടാൻ നമ്മൾ ചെയ്യുന്നത് കാർഡിയാക് കാത്തറലൈസേഷൻ ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ECG നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ഫ്ലോ റെഡ്യൂസ് ചെയ്ത് ഷെമിക് സ്റ്റേജിലാണെങ്കിൽ T വേവ് ഇൻവേർഷൻ ഉണ്ടാകാറുണ്ട്. ST സെഗ്മെന്റിന്റെ ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്. ഇൻഫ്രാക്ഷൻ സ്റ്റേജിലാണെങ്കിൽ ST ഇലവേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ Q വേവ് അബ്നോർമൽ ആയിട്ടുണ്ടാകാം. ഇത്രയുമാണ് ECG ഫൈൻഡിങ്സിൽ. നെക്സ്റ്റ് കാർഡിയക് കാത്തറലൈസേഷനിൽ എന്തെങ്കിലും എത്തേറിയോ സ്കെർലോട്ടിക് ലൂഷൻസ് ഉണ്ടാകാൻ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിപ്പിഡ്സ് ലെവൽ എലിവേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ലോവറിങ് മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. പേഷ്യൻസിനാണ് അവരുടെ കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയും ഇൻ്റർവെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ സർജിക്കൽ ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസിനെ കുറിച്ചും മെഡിക്കൽ മാനേജ്മെൻറ്റിനെ കുറിച്ചും പേഷ്യൻസിന് അവയർനെസ് കൊടുക്കാറുണ്ട്. അതുകൂടാതെ അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കുറച്ച് അവർക്ക് അവയർനെസ് കൊടുക്കാറുണ്ട്. ഒരു സർജറി ചെയ്ത് കഴിയുമ്പോൾ ഷോർട്ട് ടേം റിലീഫ് ഉണ്ടാകും, പക്ഷേ അത് കഴിഞ്ഞ് അവരുടെ ലിപ്പിഡ് ലെവൽ കൂടുതലാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് റെമിഷൻ. സോ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കണം. അവർക്ക് വേണ്ട എൻകറേജ്മെൻറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെന്താ, പേഷ്യൻസിനോട് നമ്മൾ പറയണം ഡയറ്ററി മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ്. ലോ കലറി, ലോ സോഡിയം, ലോ ഫാറ്റ് ഡയറ്റ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഡയറ്ററി ഫൈബേഴ്സ് ഇൻക്രീസ് ചെയ്യുക, ലോ കൊളസ്ട്രോൾ ലെവൽ, പിന്നെ ലോ സോൾട്ട് ആയിട്ടുള്ള ഡയറ്റ് വേണം നമ്മൾ പേഷ്യൻസിന് കൊടുക്കാനായിട്ട്. പേഷ്യൻസിന് സ്ട്രെസ് ചെയ്ത് പറയണം ഡയറ്ററി മാനേജ്മെൻറ്റ് ടെമ്പററി ആയി മാത്രം പോരാ, പെർമനൻറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഫോളോ അപ്പ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് വരുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സിനാണ്. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാറുണ്ട്. അതിൽ ലേസർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാറുണ്ട്, പെർക്യൂട്ടേനിയസ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്നതാണ് ആ പ്ലേഗിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആർട്ടറീസ് ക്ലോസ് ആകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സ്റ്റാൻഡുകൾ ഉപയോഗിക്കാറുണ്ട്. സോ കാർഡിയാക് സർജറി ആയതുകൊണ്ട് തന്നെ ഇൻറ്റൻസീവ് കെയർ മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് ഓഫ് മെഡിക്കേഷൻസ് നമ്മൾ വെറൈറ്റി ഓഫ് മെഡിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. നൈട്രേറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ടു ഡയബറ്റീസ് ആർട്ടറീസ് ആൻഡ് ഓൾസോ യൂസ്ഡ് കൊളസ്ട്രോൾ ലോവറിങ് മെഡിക്കേഷൻസ്. ബീറ്റ ബ്ലോക്കേഴ്സ്, പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്.